അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് എടുത്തിട്ട് പോകും. പ്ലാൻ ചെയ്യാൻ പോവാണ് എന്തൊക്കെയാണ് നമ്മൾ സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കേണ്ടത്. ഈ വീഡിയോയിലൂടെ എൻ്റെ 2 ദിവസത്തെ ഓണം ആഘോഷമാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ലാലേട്ടൻ സഫാരി മാളിലേക്ക് വരുന്നു, നമുക്ക് നോക്കാം. ഹാപ്പി ഓണം ടു ഓൾ. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിരിക്കുന്നു. വെൽക്കം ടു ലൈഫ് ഡിജിറ്റൽ ഡയറി. എൻ്റെ ഓണം വ്ലോഗാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരുവോണം ആഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഉത്രാട പാച്ചിലാണ്. നാളെ എൻ്റെ ഓണം എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളതിനൊരു പ്ലാനിങ്, അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഓണക്കാലം ആയിക്കഴിഞ്ഞാൽ ഓണസദ്യ ഇതുപോലെ ഹോട്ടൽസിലൊക്കെ നമുക്ക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇതുപോലെ ഇങ്ങനെ പാർസൽ കൊടുക്കുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ ഈ വർഷവും ഞങ്ങൾക്ക് അതുപോലെ കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെയാണ് ഇത്. അപ്പോൾ ഞാൻ ഈ ലിസ്റ്റ് നോക്കിയിട്ട് ഓരോന്നും സെലക്ട് ചെയ്യായിരുന്നു. ആക്ച്വലി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റം, ഈവൻ അവരൊരു വാഴയില വരെ, ഉപ്പ് വാഴയില വരെ ഓരോ ഐറ്റം ആയിട്ടാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ടിക്കിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം റൗണ്ട് ചെയ്ത് അതിനൊക്കെ മെൻഷൻ ചെയ്ത് ഓരോ ഐറ്റംസായിട്ട് ഞാൻ ലിസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോരോ ഐറ്റംസ് എഴുതിയ ശേഷം അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അത് എത്ര ക്വാണ്ടിറ്റി അനുസരിച്ച് വാങ്ങണം. കാരണം ഒരു കറിയിൽ മാത്രമല്ല, ചില വെജിറ്റബിൾസ് വന്നിട്ട് 1ഉം 2ഉം കറിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയും കൂടെ നോക്കിയിട്ടാണ് ഈ ഒരു ലിസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ ഒരു അനുസരിച്ചിട്ടായിരിക്കും എൻ്റെ നാളത്തെ ഓണസദ്യ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഈ ലിസ്റ്റിൽ മാക്സിമം ചെയ്യാൻ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. മിക്കവാറും ഓക്കെ ആയിരിക്കും, കാരണം ഞാൻ അതിനനുസരിച്ച് ടൈം അനുസരിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓണം എന്ന് പറയുമ്പോഴത്തേന് സെറ്റ് സാരി, ഇപ്പോൾ കൂടുതലൊരു സെറ്റ് സാരി അല്ല, അതല്ലാതെ മോഡൽസൊക്കെ നമുക്ക് ഓരോരോ മോഡൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് പിന്നെയും കംഫർട്ടബിൾ സെറ്റ് സാരി തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എപ്പോഴെങ്കിലും എടുക്കുന്നതുകൊണ്ട് സെറ്റ് സാരിക്കുള്ള മാച്ചിങ് ബ്ലൗസ് എല്ലാം ഞാനൊന്ന് എടുത്ത് നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സഫാരിക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ സഫാരിയിലെ ഓണവിശേഷങ്ങളുമായിട്ട് ഉടനടി വരുന്നതാണ്.
എവിടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സാദൃശ്യം എവിടെങ്കിലും തോന്നിയാൽ കൈയടിക്കാൻ മടിക്കരുത്, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ലാലേട്ടൻ സഫാരി മാളിലേക്ക് വരുന്നു, നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്താ ഒരു ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അന്യനായി പോകുന്നത്? എന്താ ആരും കൈയടിക്കാത്ത? സഫാരി മാളെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ദുബായിൽ ഏകദേശം 10-18 വർഷത്തോളം ദുബായിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ പെട്ടെന്നാണ് ഷാർജയിലേക്ക് വരുന്നത്. പിന്നെ നിങ്ങളിത് എന്തോന്നേ ഇങ്ങനൊക്കെ ഓടി ഞാൻ പോവാണ്. നമ്മൾ കളിക്കുന്നില്ല, കളി ഞാൻ നിർത്തി. ഉറച്ചു പറയരുത്, ഓടി ഇവിടേക്ക് വരണം. ശരിക്കും നമ്മൾ ഓണം ആഘോഷിക്കുന്നത് മാവേലി ഓർത്തിട്ടാണെങ്കിൽ മാവേലിയുടെ ശരിക്കുള്ള പേരെന്തുവാടേ പറയേ? ഇവിടെ വന്ന് നിന്ന് കൃത്യമായി ഉത്തരം പറഞ്ഞ പേര് പറഞ്ഞു. കാർത്തികേയൻ. ഞങ്ങൾക്ക് ലാലേട്ടന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് കാർത്തികേയൻ. കാർത്തികേയൻ, ഇവിടെ വന്ന് നിങ്ങൾ ഇങ്ങനെ ഉത്തരം പറയാൻ കാണിച്ചതിനാണ്. നല്ലൊരു കൈ. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണോ? ഇങ്ങനെ ചെലവിടാൻ ഉത്തരം പറഞ്ഞത്. താങ്ക് യു മോനെ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്. एक ही लेवल में होना चाहिए. सबसे फास्ट रनर बैक, सबसे फास्ट रनर बैक. ഒരു മിനിറ്റ്, ആരാ ജയിച്ചേ?
ചേച്ചി. 1 minute ക്യാമറ എവിഡൻസ് റിവ്യൂ. നിങ്ങൾ അവിടെ തന്നെ കുറച്ച് സ്റ്റെപ്പ് ഒരു 1 സ്റ്റെപ്പ് ഫോർവേഡ് ആയിട്ട് റെഡി. ഇപ്പൊ എല്ലാവരും റെഡി അല്ലേ? 3, 2, 1 പറയുമ്പോൾ ആ ഫോയിൽ പേപ്പർ ആക്സസറീസ് ആണ്. കിരീടം, കയ്യിലെ തള, പിന്നെ ഉദ്യാനം, അതിനൊക്കെ റെഡിയല്ലേ? നിങ്ങൾ റെഡിയല്ലേ? കുറച്ച് പ്രോത്സാഹനം പ്ലീസ്. കുറച്ച് നല്ല പ്രോത്സാഹനം നൽകൂ പ്ലീസ്. വെരി ഗുഡ്. ഈ സൈഡിലുള്ളവരൊന്ന് പ്രോത്സാഹിപ്പിക്കോ ഇവരെ? നിങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല? നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ. വെരി ഗുഡ്. സോ ഓൺ മൈ കൗണ്ട് 3, 2, 1 സ്റ്റാർട്ട്. മഹാബലിയാണ്. സാരിയൊക്കെ ഉടുപ്പിക്കുന്നുണ്ട്. എനിക്കറിയില്ല പുള്ളിക്കാരത്തിന് മഹാബലി അങ്ങനെയാണ് തോന്നുന്നു. എന്താ പറയാ, ഈ ഇനിങ്സ് ഇതിന്റെ എല്ലാ ടെൻഷനും ആ ഒരു തലച്ചോറിലേക്കാണ് മാക്സിമം ചെല്ലുന്നത്. One of our greatest sources of support, no doubt, the very handsome, the very talented Mr. Gurus ആയിരിക്കും. അദ്ദേഹമായിരിക്കും ഈ കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സപ്പോർട്ടോടുകൂടെ. ഓക്കെ, റെഡി? പുള്ളി കുടുംബസമേതം വന്നിട്ടുണ്ട്. പറ്റുന്നതിനെ പുള്ളി ഒരു മഹാബലി ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങോട്ട് നോക്കൂ, അതാണ് കൂടിന്റെ ഷേപ്പുള്ള കുട. നമുക്ക് ചിലയിടത്ത് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേക തരം കുടയാണത്. നോക്കൂ, ലാസ്റ്റ് 20 സെക്കൻഡ്സ് ആണ്. 10 കൊണ്ട് എന്നോട് കൗണ്ട് ചെയ്യണേ. നമുക്ക് ഒത്തൊരുമിച്ച് കൗണ്ട് ചെയ്യാം കേട്ടോ. 10, 9, 8, 7, 6, 5, 4, 3, 2, 0. യെസ്, കഴിഞ്ഞു. ഏട്ടൻ ചോദിച്ചേട്ട കൈ ഇങ്ങനെ പോയത്. ഓക്കെ, ഷോള് സോറി. ഓക്കെ, റെഡി. ഫസ്റ്റ് കപ്പിള് വരും. ഇങ്ങോട്ട് നിൽക്കും. നിങ്ങൾ എല്ലാവരും ഒന്ന് സൈഡിലോട്ട് മാറി നിൽക്കണേ. ഒന്ന് സൈഡിലോട്ട് ഇങ്ങനെ നിന്നോളൂ. നല്ല സ്റ്റൈലില് മഹാബലിയും ഉണ്ട് വരണം. ഓക്കെ, റെഡി അല്ലേ? വോളിയം പ്ലീസ്. സ്റ്റാർട്ട്. ഈ കൊടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് സഫാരി മൗണ്ടി കോമ്പറ്റീഷനിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക തരം കുടയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത മഹാബലിയെ സ്വാഗതം ചെയ്യണം. ഏട്ടാ, ഇത് ടോർച്ചല്ലേ? ഓക്കെ, വരൂ. നല്ല സ്റ്റൈലിൽ തരും. ഒരു പോസ്റ്റ് ഇങ്ങനെയൊന്ന് കാണിക്കൂ. ഓക്കെ, വളരെ ക്ഷമയുള്ള ഒരു മഹാബലിയാണ് നമ്മൾ അടുത്തതായി സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ഏട്ടന്റെ ക്ഷമ, ആ പുഞ്ചിരി എല്ലാത്തിലും കാണിച്ചോളൂ. ഇതെന്താ ഏട്ടാ നട്ടു വെച്ചിരിക്കുന്നത്? ആയിക്കോട്ടെ, അത് ജസ്റ്റ് പൊക്കി പിടിച്ച കൊടയല്ലേ? ആ കൊട പറന്നു പോലെ. ഓക്കെ, മ്യൂസിക്. താങ്ക് യു സോ മച്ച്. അടുത്ത മഹാബലിയെ സ്വാഗതം ചെയ്യാനുള്ള നേരമായിരിക്കാണ്. യെസ്, പുള്ളിയുടെ കിരീടം ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെ ഷേപ്പ് എനിക്ക് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. അടിപൊളി. അപ്പൊ ഇനി ലാസ്റ്റ് ബട്ട് നെവർ ദ ലീസ്റ്റ് വരൂ. അടിപൊളി. ഇനി നിങ്ങളുടെ കയ്യടിയുടെ ആ ഒരു ശബ്ദം, ആ ഒരു എഫക്റ്റ്, ആ ഒരു ഇമ്പാക്ട് അനുസരിച്ച് പിന്നെ ശ്രീ ഫിറോസിന്റെ സപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് റിസൾട്ടിലേക്ക് കിടക്കാം കേട്ടോ. ഈ മഹാബലി ഞാൻ വിളിക്കും. ഒന്ന് സ്റ്റെപ്പ് ഫോർവേഡ് പ്ലീസ്. പ്ലീസ് കൈയടിക്കൂ. ഓക്കെ, നോട്ട് ബാഡ്. താങ്ക് യു. നെക്സ്റ്റ്.
പൂക്കളില്ലാത്ത എന്താണ് ഓണം അല്ലേ? അപ്പോൾ പൂക്കളുടെ ഒരു കിറ്റ്, ചെറിയൊരു കിറ്റ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഉള്ള പൂക്കൾ വെച്ചിട്ട് ചെറിയൊരു പൂക്കളം ഞാൻ ഒരുക്കിയിരുന്നു അന്നത്തെ ദിവസം രാവിലെ തന്നെ. അപ്പോൾ എല്ലാ പണികളും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പൂക്കളം ഒരുക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ മറ്റുള്ള ഓരോരോ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു പ്രത്യേകമായിട്ട് പൂ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഞാൻ അതിൽ വെക്കുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ ശേഷമാണ് ഞാൻ ഒരു ഐഡിയ വന്നത്. ആ ഒരു ഐഡിയ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ലിങ്ക് ഇവിടെ ഞാൻ കൊടുക്കാം. എങ്ങനെയുണ്ട്? സിമ്പിൾ ആൻഡ് എലഗൻ്റ് അല്ലേ? അടിപൊളിയല്ലേ പൂക്കളം? ഇനിയിപ്പോൾ അടുത്തത് പെട്ടെന്ന് ഓരോ പച്ചക്കറികളെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം സാമ്പാർ റെഡിയായി. അതിനൊപ്പം തന്നെ അവിയലിനുള്ള കഷ്ണവും വേവിച്ച് കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്തതിൽ ഉപ്പേരി റെഡിയായി, പയറുപ്പേരി. പിന്നെ അതിനുശേഷം കൂട്ടുകറിക്കുള്ള റെഡിയായി. ഇതിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അടുത്ത പൈനാപ്പിളാണ് വേവിക്കാനിട്ടത്. എൻ്റെ അടുത്ത് എല്ലാം 1-2 പാത്രങ്ങളിൽ കുക്ക് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ തന്നെ കുക്ക് ചെയ്ത് അത് അതിലേക്ക് പകർത്തി സെർവിങ് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ഇത്രയും ഓരോന്നായി ചെയ്യുന്നത്. നമ്മൾ പാലക്കാടുകാരായതുകൊണ്ട് പാലക്കാടൻ സ്റ്റൈലിലാണ് ഓരോ ഡിഷസിൻ്റെ പേരും പ്രത്യേകം പറയുന്നത്. പൈനാപ്പിൾ പച്ചടി റെഡിയായി, രസം റെഡിയായി, പിന്നെ പായസം, പപ്പടം. അപ്പോൾ ഫൈനലി 1 മണിക്ക് എല്ലാ വിഭവങ്ങളും ടേബിളിൽ റെഡിയായി കഴിഞ്ഞിരുന്നു. കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയായി. ഇനി ഞങ്ങൾ റെഡിയാവണ്ടേ? അപ്പോൾ അടുത്തത് അതാണ്. എന്നിട്ട് വേണം സ്ഥിരം പരിപാടിയായിട്ടുള്ള ഫോട്ടോഷൂട്ട് നടത്താൻ. അതിനിടയ്ക്ക് ഞാനും പോയി ഒന്ന് റെഡിയാവണ്ടേ? അപ്പോൾ സാരി ഉടുത്ത് കുറച്ച് ചെറുതായിട്ട് മേക്കപ്പ് ചെയ്യാനൊന്നുമില്ല, ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്തു. അത്ര. അപ്പോൾ ഊണ് റെഡിയായി. അപ്പോൾ സദ്യ നമുക്ക് ഇലയിൽ ഓരോന്നായിട്ട് ഓരോ വിഭവങ്ങളായിട്ട് ശരിയായിട്ടുള്ള സ്ഥാനത്തൊന്നും ആയിരിക്കില്ല വയ്ക്കുന്നുണ്ടാവുക. പക്ഷെ എന്നാലും മാക്സിമം എന്നെക്കൊണ്ട് അറിയുന്ന പോലെ ഞാനെല്ലാം സെറ്റ് ചെയ്തു. ഇത്രയും നേരം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റായി കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ നന്ദി. പ്ലീസ് കീപ് സപ്പോർട്ട് മീ. ഊണ് കഴിച്ച് ഉറക്കം തൂങ്ങിയിരിക്കുകയാണെന്ന് വിചാരിക്കേണ്ട. ഇത് ഫോട്ടോഷൂട്ടായിട്ട് ഞാനൊന്ന് എടുക്കാൻ പറഞ്ഞതായിരുന്നു ഫോട്ടോസ്. പക്ഷെ അത് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മീ. താങ്ക് യു.